സൂറത്ത് മാഇദ 5-ാമത്തെ അധ്യായമാണ്. അതിലെ 104-ാമത്തെ വചനം എന്താ? വൈദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹ് വഇലർ റസൂലി ഖാലൂ ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അതേ, അവരോട് പറയപ്പെട്ടാൽ താലോ നിങ്ങൾ വരൂ, ഇലാ മാ അൻസലല്ലാഹ് അല്ലാഹു അവതരിപ്പിച്ച ഖുർആനിലേക്ക് വരൂ, വഇലർ റസൂലി റസൂലിലേക്കും വരൂ. അപ്പൊ അള്ളാഹുലേക്കും റസൂലിലേക്കും വിളിക്കുന്ന ഒരു പ്രബോധക സംഘം ഉണ്ടാകുമ്പോഴാണ് ജനതക്ക് മാറ്റം ഉണ്ടാവുക. മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത് അത് മുഖല്ലിബൽ ഖുലൂബാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്ന കൽബാണ്. അതിനെ നേർരേഖയിൽ പിടിച്ചു നിർത്തുക എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല, വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ്. പ്രവാചകനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞ എന്താ? വൈൻ കാനൂമിൻ. ഇത് ഞാൻ ഇവിടെ പറയുന്നറിയും, സംഘാടകരും വിസ്തത്തിന്റെ നേതൃത്വവും ഇവിടെയുള്ള മറ്റു മുജാഹിദുകളും അതിൻ്റെ നേതൃത്വവും ഇവിടെ പള്ളിയും ഖത്തീബുമാരും ഒക്കെ ചിലപ്പോൾ ഈ പ്രസംഗം കേൾക്കുന്നുണ്ടാവും. ഞാൻ എല്ലാവരോടും പറയുന്നത്, നമ്മൾ ഇന്ത്യയുടെ പാർലമെന്റിൽ, ഇനി ആ പാർലമെന്റിൽ അത് ഉണ്ടാവും എന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല, പക്ഷെ ഇന്ത്യയുടെ പാർലമെന്റിൽ സൂറത്ത് റഅദിലെ 11-ാമത്തെ വചനമുണ്ട്. സൂറത്ത് റഅദിന്റെ 11-ാമത്തെ വചനം എന്താ? ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഒരു ജനത സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത കാലത്തോളം അല്ലാഹ് അവരെ മാറ്റുകയില്ല. അപ്പം മാറാൻ തയ്യാറാകേണ്ടത് നമ്മളാണ്. നമ്മൾ മാറാൻ തയ്യാറാകുമ്പോൾ അല്ലാഹു നമ്മളിൽ പരിവർത്തനമുണ്ട്.